ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ജീവിച്ചിരുന്ന മലബാറിലെ പ്രസിദ്ധനായ ഒരു ആനയാണ് കവളപ്പാറ കൊമ്പൻ. നാടോടിപ്പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ഇപ്പോഴും കവളപ്പാറ കൊമ്പന്റെ കഥ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രത്തിലെ കൊടിമരത്തിനോട് ചേർന്നുള്ള വലിയ വിളക്കിനു കീഴിൽ ഈ ആനയെ തളച്ച ചങ്ങല ഇപ്പോഴും ഉണ്ട്. സഹ്യപർവ്വതത്തിൽ നിന്ന് കെണിവച്ച് പിടിച്ച് കവളപ്പാറ മൂപ്പിൽ നായർ എന്ന പ്രമാണിയുടെ വീട്ടിൽ വളർന്ന ഒരു ആന ആയിരുന്നു കവളപ്പാറ കൊമ്പൻ. കേളുനമ്പ്യാർ എന്ന ഒരു അഭ്യാസി ആയിരുന്നു ആനയുടെ പാപ്പാൻ. കവളപ്പാറ എന്ന വീട്ടിൽ വളർന്ന ആനയെ പിന്നീട് കൂടൽ മാണിക്യം ദേവസ്വത്തിന് കൈമാറി. നിരവധി പേരെ വകവരുത്തിയ ഈ ആന തിരുവഞ്ചിക്കുളത്ത് എഴുന്നള്ളിയപ്പോൾ ഈശ്വരഭക്തനായിരുന്ന പാപ്പാൻ കുഞ്ഞിനെ കുത്തിമലർത്തി. ഉത്സവം കലങ്ങുകയും ആനയെ വെടിവച്ചു കൊല്ലുകയും ചെയ്തു. ഒരു തലമുറയെ മുഴുവൻ പുളകം കൊള്ളിച്ച ആരാധ്യ കഥാപാത്രമായിരുന്നു കവളപ്പാറ കൊമ്പൻ. അന്നത്തെ നാട്ടിലെ ഏറ്റവും അഴകുള്ള ഉയരം കൂടിയ ആനയായിരുന്നു ചക്രവർത്തി എന്ന കവളപ്പാറ കൊമ്പൻ. കവളപ്പാറ കൊമ്പനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചാൽ കുറുമ്പൻ എന്നാണ് ആദ്യം മറുപടി പറയുകയെങ്കിലും അവന്റെ യജമാന സ്നേഹവും രാജഭക്തിയും അവർക്ക് പറയാതിരിക്കാനാവില്ല. 19-ആം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ, തിരുകൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളിലെ പതിനായിരക്കണക്കിനു ആനക്കമ്പക്കാരുടെ പ്രിയങ്കരനായ ഗജവീരനായിരുന്നു ഒത്രേ കവളപ്പാറ കൊമ്പൻ. ഗുരുവായൂർ കേശവനേക്കാളും ഒരടിയോളം പൊക്ക് കൂടുതൽ ഈ കൊമ്പനുണ്ടായിരുന്നു. വിരിഞ്ഞ മസ്തകവും തലയെടുപ്പും നിലത്ത് ചുരുണ്ട് കിടക്കുന്ന തുമ്പിക്കയും നല്ല കനമുള്ള കൊമ്പുകളും വിശാലമായ ചെവികളും അത്രതന്നെ കുസൃതിയുമുള്ള വമ്പനായിരുന്നു അവൻ. വാശിയുടെ കാര്യത്തിൽ മുമ്പനായ ഇവനു ഏത് പൂരത്തിനും ഉത്സവത്തിനും കോലം തന്റെ തലയിൽ തന്നെയായിരിക്കണമെന്ന് നിർബന്ധമാണ്. അവന്റെ കുറുമ്പ് കാരണം വെറും കുറുമ്പല്ല, 2 പാപ്പാന്മാരെ കൊന്ന് പുലക്കുളി നടത്തിയ അവനെ മണ്ണാർക്കാട് രാജാവ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടയിരുത്തുകയായിരുന്നു. പിന്നീട് ഇവന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ കവളപ്പാറ മൂപ്പിൽ നായർ അവനെ വാങ്ങുകയായിരുന്നു. മൂപ്പിൽ നായർ എന്നാൽ കൊമ്പനു ജീവനാണ്. മൂപ്പിൽ നായർ പറഞ്ഞാൽ ഒരടി പോലും മുന്നോട്ട് വയ്ക്കില്ല. നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള അഭിമാന പോരാണ് അവന്റെ ദാരുണമായ അന്ത്യത്തിനു വഴിതെളിച്ചത്.